കേസ് എടുക്കണം. നമ്മൾ കളിക്കാൻ എന്താ പറയുക, ഇപ്പോൾ യൂട്യൂബർ ടൈക്കൺ എന്നുള്ള ഗെയിമാണ് നമ്മൾ കളിക്കാൻ വന്നത്. നമുക്കിത് സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് എടുത്തിട്ടുണ്ട്. ഇതേ നമ്മൾ നേരത്തെ ഈ വീഡിയോ ഇന്നലെ ഞാൻ ഈ ഗെയിം കളിച്ചിട്ടുണ്ടായി. ആ ടൈമിൽ ഞാൻ ഈ ഗെയിം ഒന്ന് ഇതാക്കിയായിരുന്നു, അപ്ഗ്രേഡ് ആക്കിയായിരുന്നു. ഇവിടെ അപ്ഗ്രേഡ് ആക്കി ഹാമറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായി. ഞാൻ സ്പ്രിങ്ങും ഹാമറൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ട്രീമിലേക്ക് പോവാം. നമ്മൾ യൂട്യൂബ് ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഫോളോവേഴ്സ് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 19,103 ഫോളോവേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പോൾ എഡിറ്റിങ് റെക്കോർഡിങ് നമുക്ക് നേരെ പൈസ എടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ സ്പീഡ് കയറുന്നുണ്ട്. നല്ല സ്പീഡിലാണ് ഇപ്പോൾ പൈസ കയറുന്നത്. നമുക്കിപ്പോൾ പോയി എന്തെങ്കിലും വാങ്ങാം. നമുക്ക് ഇപ്പോൾ ഇത് വാങ്ങാം. 11,000-ൻ്റെ എൻ്റെ ഒരു ഫ്രെയിം, പിന്നെ ഒരു 7,000-ൻ്റെ ബെഡ് വാങ്ങിയിട്ടുണ്ട് കേസ്. അങ്ങനെ പിന്നെ 22,000 25,000 ഇത്രയായിട്ടില്ല നമ്മുടെ കയ്യിൽ. നമുക്ക് പൈസ ഒന്നും കൂടി കളക്ട് എന്നിട്ട് നമുക്ക് ഇത് വാങ്ങാം. ലൈറ്റ് ഫിക്സ് ആക്കിയിട്ടുണ്ട് കേസ്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇതെന്താ നമ്മൾക്ക് പുറത്തേക്ക് പോയിട്ട് നമ്മുടെ ഗ്യാരേജ് ഒരു കാർ വാങ്ങിയിട്ടുണ്ടായി. പക്ഷെ ഇപ്പോൾ കാർ എവിടെയെന്ന് അറിയില്ല. ശരി, കാറ് നമുക്ക് എടുക്കാം. ഇപ്പം തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കിയിട്ടൊരു സെറ്റപ്പ് കാർ ഒരെണ്ണം അങ്ങോട്ട് എടുക്കാം. നമുക്കിപ്പോൾ പൈസ എടുത്തിട്ടുണ്ട്. നമുക്ക് കാർ വാങ്ങുന്ന സ്ഥലത്തായിട്ടൊരു കിടിലം കാർ തന്നെ നമുക്ക് ബൈ ചെയ്യാം. ഇത് വാങ്ങണം. ഇതിന് 350 തൽക്കാലത്തേക്ക്. അപ്പോൾ നമുക്ക് ഇത് ഒന്നും കൂടി പൈസ എടുത്തിട്ട് നമുക്ക് ആ പോർഷെ തന്നെ വാങ്ങാം. ആയിട്ടില്ല പൈസ. ഒന്ന് നമുക്ക് ഇവിടെ തന്നെ കറങ്ങിയിട്ട് വരാം. നമ്മുടെ കയ്യിൽ സ്പ്രിങ് ഉണ്ട്. നമുക്ക് ഈ ബേസിൽ, എൻ്റെ ബേസ് ഇതാണ്, നമുക്ക് ആ ബേസിൽ ഒന്ന് പോയി നോക്കാം. എന്താ ഗേസ് എന്തെങ്കിലുമായിട്ട് ഈ ബേസ് ഉണ്ട്. 1 2 3 4 ഫ്ലോറാണ് ആ ബേസിൽ. ഇപ്പം എനിക്ക് മനസ്സിലായി. നമ്മുടെ ബേസിൽ ആർക്കും കയറാൻ പറ്റാതിരിക്കണമെങ്കിൽ ഇത് വെക്കണം. ഇപ്പം ആർക്കും ഇനി നമ്മുടെ ബേസിൽ കയറാൻ പറ്റില്ല. പൈസ കളക്ട് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി പൈസ നമ്മൾക്ക് ഇനി മറ്റേ ഇത് വാങ്ങാം. എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാം. നമുക്കിപ്പോൾ പോയി ഇത് വാങ്ങാം. ഗേസ് അങ്ങനെ ഒരു ടേബിൾ വാങ്ങി 10,000 ഫോളോവേഴ്സിൻ്റെ ഒരു മാറ്റും വാങ്ങിയിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിൽ പോയിട്ട് മേളിൽ അപ്ഗ്രേഡ് ചെയ്യാം. ഇത് വാങ്ങി ഇനി നമുക്ക് ഗേസ് ഇവിടെ ഇനി അതിൽ മേളിൽ പൈസ കിട്ടും. നമുക്കിനി താഴ്ത്തിട്ട് പൈസ കളക്ട് ചെയ്യാം. അപ്പോൾ താഴത്ത് പൈസ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി വണ്ടി ഒരെണ്ണം ബൈ ചെയ്യാം. നമുക്ക് ഈ പോർഷ അൺലോക്ക്. ഈ സമയം നമ്മുടെ ഗ്യാരേജിൽ പോർഷ എത്തിയിരിക്കുകയാണ്. വണ്ടി റൈഡ് അടിച്ചിട്ടുണ്ട്.
ബേസിലൊന്ന് കയറാൻ പറ്റുമോ നോക്കാം. ഈസി ബേസിൽ നമുക്ക് കയറാൻ പറ്റൂല. നമ്മുടെ കയ്യിലിപ്പോൾ 25,000 രൂപേൻ്റെ ഫോളോവേഴ്സിൻ്റെ ഒരു കമ്പ്യൂട്ടർ കേസ് അങ്ങനെ നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് സ്ട്രീം ചെയ്യാം. നമുക്ക് നേരെ ഇറങ്ങാം. അവിടെ പോയി എന്തെങ്കിലുമൊക്കെ അവിടുന്ന് പൈസ കളക്ട് നമുക്ക് മുകളിൽ പോയി എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാം. ഈ സീരീസ് കാര്യങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. അയ്യോ ഗയ്സ്, നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോവാം. ഹൗസിലേക്ക് നേരെ പോവാം. ഇത് നമുക്ക് ഗയ്സ് നമ്മുടെ കയ്യിലൊരു മാറ്റ് ഉണ്ട്. ഇല്ല, അത് നമ്മുടെ മാറ്റല്ല ഗയ്സ്. നമുക്ക് പുറത്തേക്ക് പോവാം. ഇനി പൈസ കളക്ട് ചെയ്യണം. ഇനി വീണ്ടും കളക്ട് ചെയ്യണം. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റൂല. ഇതൊന്നും കൂടി കളക്ട് ചെയ്യട്ടെ. റൂമിൽ എന്തെങ്കിലും ഉണ്ടോ? റൂമിലൊരു 50,000 ഇതുണ്ട് ഫോളോവേഴ്സിൻ്റെ ഒരു ഇതിപ്പോൾ ഞാൻ കണ്ടതെന്തോ ഇതൊരു ഇതുണ്ട്. നമുക്കിനി നമ്മുടെ ഈ ഹോം ഒരു സെറ്റപ്പ് റീബർത്ത് ചെയ്ത് എന്തായിരിക്കും പറ്റുക? കാരണം എൻ്റെ അടുത്ത് ആരോ പറഞ്ഞിട്ടുണ്ട് റീബർത്തൊക്കെ ചെയ്താൽ നമ്മുടെ എല്ലാവരും പൈസയും എല്ലാവരും പോകില്ല. നമുക്ക് ഈ ഹാമർ എടുത്തിട്ട് ഈ സ്പ്രിങ് ഈ ചെറിയ നമുക്ക് അതിൻ്റെ പുറകെ പോവാം. നമ്മൾ പ്രൊഫഷണലാണ്. ഗിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഏറ്റൊക്കെ പീസ് ഉണ്ടാവും. എൻ്റെ പീസ് അത്ര ഭയങ്കര ചെറിയ പീസ്. എന്നിട്ട് പീസിലേക്ക് കയറി എന്താണ് 64,000 മേളിൽ പോയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ഇവിടെ ഒരു ബൈ റൂം വാങ്ങാം. അങ്ങനെ ഇത് റൂമാക്കി. പിന്നെ ബൈക്ക് കൺവെയർ വാൾ ഈ മേളിലാണ്. എനിക്കറിയില്ല, പല സാധനങ്ങളും കൊണ്ട് ഞാൻ വെറുതെ വാങ്ങുന്നു. ബൈ അപ്ഗ്രേഡ്, അതിന് പൈസ ഇല്ല. അപ്ഗ്രേഡ് ചെയ്യാൻ പൈസ ഇല്ല. ക്ലോസ്. നമുക്കിനി ഇത് വാങ്ങാൻ ഒരു വാള്. അങ്ങനെ ഇത് റൂമായിന്ന് തോന്നുന്നു. അല്ലല്ല, ഇതിപ്പോൾ ഒരു വാള് പണിഞ്ഞ് ഇനി ഒരു വിൻഡോസ് വാങ്ങാം. ഇനി ഒന്നും വാങ്ങാനുള്ള പൈസ ഇല്ല. ഇത് വാങ്ങാനുള്ള പൈസ ഉണ്ട്. അങ്ങനെ നമ്മളൊരു ഷെൽഫ് വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ താഴത്തേക്ക് പോവാം. താഴത്ത് പോവാം. പൈസ കുറച്ചും കൂടി പൈസ ആവട്ടെ. എന്നിട്ട് നമുക്ക് കൊടുക്കാം കറിങ്ങി. കുറച്ച് നമുക്ക് കൊടുക്കുന്നത് കറിങ്ങി എടുക്കാം. ഈ ശിവൻ്റെ പൈസ ഉണ്ടല്ലേ. നമുക്ക് ചാടിയിട്ട് ഇവൻ്റെ തലയിൽ കയറിയിട്ട് 10 വയസ്സിൽ ഇവർക്കൊക്കെ വിൻഡോ ഉണ്ട്.
നമ്മുടെ ബീച്ചിനേക്കാൾ എന്ത് സെറ്റപ്പാണ് ബീച്ച്, ഇവരുടെ ബീച്ച് ഇതൊക്കെ ഇവരുടെ. പിന്നെ അവിടെ ഒന്ന് പോയി നോക്കട്ടെ, കാറെടുത്ത് പോവാം. ഒരു കാറും കൂടി വാങ്ങണം കേസ്. എന്നിട്ട് ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ടിൽ യു ക്യാൻ എൻട്രി വിത്ത് എക്വിപ്ഡ് ആവശ്യം. മിസ്റ്റർ ബീസ്റ്റ് മിസ്റ്റർ ബീസ്റ്റ് എന്തോ അവിടെ എന്തോ ഒരു ഇത് അടുത്തുണ്ട്. മിസ്റ്റർ ബീസ്റ്റ് എന്തോ അങ്ങനെ ചലഞ്ച് നടന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. കൂട്ടായ പങ്കാളി വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബീച്ചിൽ കയറി പൈസ കളക്ട് ചെയ്യാം. പൈസ അത്യാവശ്യം കുറേ ആയിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ മേളിൽ പോയി ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാം. ഇവിടെ നമുക്കൊരു വാള് പണിയാം. ഇനി ഇവിടെ ഒരു ബുക്ക് കേസ് പണിഞ്ഞിട്ടുണ്ട്. എന്താ ഇവിടെ ഒരു സോഫ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്താ ടി വി, പിന്നെ ടി വിയും വാങ്ങി. നമുക്ക് ഇവിടെ എന്താ ഡൈനിങ് റൂം ഫ്ലോർ, എന്താ ടേബിൾ, ഡ്രോയർ, എന്താ ബാത്റൂം ഫ്ലോർ, എന്താ ടോയ്ലറ്റ് പണിഞ്ഞിട്ടുണ്ട്. സിങ്കും വാങ്ങിയിട്ടുണ്ട്. ഷെൽഫും വാങ്ങി. ഡെക്കറേഷൻ, ടോയ്ലറ്റിൽ എന്താ ഡെക്കറേഷൻ. നമുക്ക് പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കിയിട്ട് ബാക്കി സാധനം നോക്കാം. നമുക്കൊരു കിച്ചൺ ബാർ പണിയാം. നമുക്ക് നേരെ പോയി പൈസ ഉണ്ടാക്കണം. നമുക്കിപ്പോൾ വിൻഡോ ഒക്കെ ഉണ്ട് കേസ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ വിൻഡോ ഉണ്ട്. കേസ് ഞാൻ ഈ കാര്യം വിട്ട് നമ്മുടെ മേളിലുള്ളതൊക്കെ ഇങ്ങനെ താഴത്തേക്ക് വരും. മേളിലുള്ള പൈസക്ക് താഴത്തേക്ക് വരും. താഴത്തേക്ക് നോക്കാം. ഈ മേളിലുള്ള പൈസ താഴത്തേക്ക് വരുമെന്നാണ് എൻ്റെ ഒരു ഇത്. മേളിലുള്ള പൈസ അങ്ങോട്ടേക്കാണ് പോകണം. നമുക്ക് 100 സ്ഥലം കേസ് ഞാൻ വിട്ട് നമ്മുടെ ഒരു പൈസ ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചു നമ്മുടെ പൈസ ഇല്ലാന്ന്. ഞാൻ ഫോളോവേഴ്സിൻ്റെ അങ്ങോട്ടേക്ക് നോക്കി പൈസ എന്ന് വിചാരിച്ച്. നമുക്കിപ്പോൾ ഇത് വാങ്ങാം. ചെയറ് അവിടെ എന്താ ഒരു കിച്ചൺ ഫ്ലോർ പടിഞ്ഞ് ലോവർ ഇവിടെ എന്താ സ്റ്റൗവ് വാങ്ങിയിട്ടുണ്ട് കേസ്. അങ്ങനെ നമ്മുടെ പാലാച്ചിലും കൂടി നടത്തിയാൽ മതി. ഷവർ കേസിന് നമുക്ക് ഇവിടെ കയറി കുടിക്കാം. കേസിന് എന്താ അങ്ങനെ നമ്മുടെ ടോയ്ലറ്റിൻ്റെ പണിയായിരുന്നു. പക്ഷേ ടോയ്ലറ്റ് വാതിൽ വെക്കാൻ പറ്റൂലല്ലേ. എങ്ങനെ ഇപ്പോൾ വാതിൽ ഞാൻ മാത്രമല്ലേ വീട്ടിൽ ഒറ്റക്ക്. ഡെക്കറേഷൻ അയ്യോ പൈസ ഇല്ല കേസ്. 5420 നമ്മുടെ ഹൗസിൻ്റെ ഇത് കണ്ടോ. താഴത്തേക്ക് പോവാം. താഴത്തേക്ക് ഒരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നിർത്തി ചാടാം. നമുക്ക് 50,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഈ 50,000-ൻ്റെ ഇത് എത്തിയിലൊക്കെ വാങ്ങി. ഷെൽഫ് അപ്ഗ്രേഡ് ആയി തോന്നുന്നുണ്ട്.
ഇവിടെ പോയിട്ട് തീരും ഗെയിം കളിക്കാം. എല്ലാം വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് 16 minutes 4 സെക്കൻഡ് കഴിഞ്ഞു. റെക്കോർഡിങ് നിർത്താം. നമുക്ക് നേരെ ടോപ്പിലേക്കൊന്ന് പോവാം. അല്ല, പൈസ കളക്ട് ചെയ്യാനേ. പൈസ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം നല്ല പൈസ കിട്ടി. ഇവിടെ കിട്ടണ പൈസക്ക് ഇവിടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. വെറുതെ എൻ്റെ പൈസ വെറുതെ പോവാണ്. അവിടുന്ന് കിട്ടണ പൈസക്ക് എൻ്റെ എങ്ങോട്ടേക്കാണെങ്കിൽ ടോയ്ലറ്റിലേക്ക് പോകും. ഇങ്ങോട്ടേക്ക് പോകണം. എൻ്റെ അത്രയും പൈസ വെറുതെ വേസ്റ്റ് ആവാണ്. ഇനി ഇവിടെ ഒരു ന്യൂ ഫ്ലോർ, അത് പിന്നെ ചെയ്യാം. ഈ പൈസ ചെയ്തിട്ട് പുറത്ത് പോകാം. നമുക്കിനി അവിടെ പോയിട്ട് റോബ് പറ്റില്ല. ലംബോർഗിനിയല്ലേ ഗ്യാരേജ് വല്ലതും എടുക്കണ്ട. ഗ്യാരേജ് കിടക്കുന്ന വണ്ടി എടുക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്ക് നേരെ വീട്ടിൽ കയറിയിട്ട് കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കയറി പിടിച്ചിട്ടിപ്പോൾ ഗെയിമൊന്ന് ബാക്കായി. സെലക്ട് എനിക്ക് മ്യൂസിക് ഇഷ്ടമല്ല. ഒന്നാമത് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സൗണ്ടൊന്നും കേൾക്കില്ല. ഇനി പോയി എന്തെങ്കിലും ബൈ ചെയ്യാം. നമുക്കിപ്പോൾ ഒരു സെറ്റപ്പ് കാർ വാങ്ങാം. പക്ഷെ ഇപ്പോൾ ബൈ പ്ലാൻസ് ആണ്. ന്യൂ ഫ്ലോറും പണിഞ്ഞിട്ടുണ്ട്, സ്റ്റെയറും പണിയാം. ഇനി ബൈ പാത്ത് പൈസ കിട്ടിയാൽ മതിയായിരുന്നു. ഇതല്ല കേസ് പ്രശ്നം. ഇവിടുന്നൊക്കെ കിട്ടണ പൈസ ഏറ്റവും അടിയിലേക്ക് ചെല്ലുമോ? ഇനി സെറ്റടിക്ക് പൈസ കാര്യേ. എന്നാലും നമുക്ക് കിട്ടുന്ന പൈസയ്ക്ക് എങ്ങോട്ടേക്ക് പോകുന്നത്? മേളിൽ നിന്ന് കിട്ടുന്ന പൈസ താഴത്ത് എങ്ങോട്ടേക്കാണ് പൈസ പോകുന്നത്? നമുക്ക് ആരെങ്കിലും ബേസ് ലോക്കല്ലേ നോക്കാം. നമുക്ക് ആരെങ്കിലും ബേസിൽ നിന്ന് വണ്ടി മോഷ്ടിക്കുക. നേരത്തെ നമ്മൾ അവൻ്റെ ബേസിൽ നിന്ന് കാറ് ഇതാക്കിയായിരുന്നു. ഇറ്റ്സ് ഫുന്നെ ഈ സാരോണ്ടുണ്ട് അവിടെ. അവിടെ ഒരു കാർ എടുക്കുന്നുണ്ട്. ആ കാറിൽ നമുക്ക് ഓടിപ്പോയെടുക്കാം. ഇവിടെയുള്ള ബേസിലൊരു ഇതുപോലും ഇല്ല, എന്താ ഗ്യാരേജ് പോലും ഇല്ല. നമുക്ക് നേരെ പോയി കാറ് എടുക്കാം. വണ്ടിൻ്റെ സ്റ്റിയറിംഗ് ഹാൻഡ് ബ്രേക്കൊക്കെ എനിക്കിപ്പോൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ കാറും
എക്സിറ്റ് അടിക്കാം. നെക്സ്റ്റ് കാറ് പോയി നമുക്ക് റോബറി ചെയ്യാം. അവിടെ ഗ്യാരേജ് ഉണ്ട്, പക്ഷെ കാറില്ല. ഈ പ്രാവശ്യം ഉള്ളവർക്ക് 2-3 ആൾക്കാർ മാത്രമുള്ള എന്നേക്കാളും റിച്ച്. ചിലവർക്ക് ഭയങ്കര ന്യൂവാണ് കേസ്. അവിടെ ഒരു ഗ്യാരേജ് എടുക്കാറുണ്ട്. അവൻ അകത്തേക്ക് നമുക്ക് റോബർ ചെയ്യാൻ പറ്റുമോ? അവൻ്റെ വീടൊക്കെ തുറന്നെടുക്കാൻ അവൻ്റെ വീട്ടിൽ എടുക്കാൻ പറ്റും. കളക്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റോബർ ചെയ്യാൻ പറ്റില്ല കേസൊന്നും. നമുക്ക് പക്ഷെ കാറ് റോബർ ചെയ്യാൻ പറ്റുമല്ലോ. അത് നമുക്ക് നമ്മുടെ ബേസിൽ പോയി കാറ് കൊണ്ട് പാർക്ക് ചെയ്യാം. നമ്മുടെ ബേസിലൊരു പൊട്ടത്തരം പറ്റി. നമ്മളിനി മുതൽ കാറ് ബൈ ചെയ്യുമ്പോൾ the player Adrian Chernyn-52 is the most famous on the server. ഈ അദ്രിയാൻ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെടുത്ത വണ്ടി കാണാനില്ല. കുഴപ്പമില്ല, നമുക്ക് വണ്ടി പൈസ കളക്ട് ചെയ്യാം. 3-2 ഒക്കെ കാട്ടാം. പൈസ കളക്ട് കാർ വാങ്ങാൻ കേസ്. ലംബോർഗിനിക്ക് എത്ര വാങ്ങാൻ പറ്റുമോ? സെലക്ട് ചെയ്യാം. നമുക്ക് പോയത് സെലക്ട് ചെയ്യാം. ഈ വണ്ടി ഓടിയിട്ടിട്ടുണ്ട്, ആ വണ്ടി അവിടെയും ഇട്ടിട്ടുണ്ട്. നമുക്ക് വേറെ വണ്ടി ഇതൊന്ന് സെലക്ട് ചെയ്ത് ഈ വണ്ടി സെലക്ട് ചെയ്യുമ്പോൾ ആ വണ്ടി അപ്പോൾ നമുക്ക് ഈ വണ്ടി എന്ത് ചെയ്യണം? ഈ വണ്ടി ഉണ്ട്, ആ പോർഷെ തന്നെ മതി. ഇതാണ് കുറച്ചും കൂടി നല്ലത്. ഈ വണ്ടി എപ്പോഴും ഇവിടെ തന്നെ എനിക്ക് ഐ തിങ്ക് മറ്റേ വണ്ടി ആരും അടിച്ചത്. നമ്മുടെ ബേസിൽ കയറിയിട്ട് പൈസ കളക്ട് ചെയ്യാം. പിന്നെ നമുക്ക് മേളിലേക്ക് പോയിട്ട് എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്താൽ നമുക്ക് ഫോളോവേഴ്സ് കൂടി നമുക്ക് ഇതിൽ വാങ്ങാം. ഇത് സ്വന്തമായി ഇപ്പം ചെയ്താൽ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ കേസ് അതിന് മുമ്പ് നമ്മുടെ ഒരു പോർഷെ ഈ ഒരു കാറ്. അപ്പോൾ കേസ് നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ വേണമെങ്കിൽ ഇത് പാർട്ട് 1 ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 2 ഞാൻ ഉടനെ തന്നെ ഇടാം. അപ്പോൾ എല്ലാവർക്കും ബൈ.